എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു ബീഫ് കറിയാണിത്. ഇത് പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് മറക്കരുതേ. ഈ ബീഫ് കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സവാളയാണ് ചേർത്തത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി സവാള നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം. സവാള ആദ്യം ഒന്ന് സ്ലൈസ് ചെയ്ത ശേഷം ഒന്നുകൂടി കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. സവാള ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് വഴന്ന് വന്ന ശേഷമാണ് ഞാനിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത്. ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം നല്ലതുപോലെ മാറുന്നത് വരെ ഒന്ന് വഴച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വീതം ഗരം മസാലയും കുരുമുളക് പൊടിയും പെരുംജീരകം പൊടിച്ചതുമാണ് ചേർക്കുന്നത്. ഈ പൊടികളെല്ലാം ചേർത്തിട്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. പൊടികൾ നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞ ശേഷമാണ് ഇതിലേക്ക് തക്കാളി ചേർക്കുന്നത്. ഞാനിപ്പോൾ 1 തക്കാളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. തക്കാളി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊടികളെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ചത്. ഇപ്പോൾ തക്കാളിയൊക്കെ ഈ പൊടികളുമായിട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നത്. തക്കാളിയൊക്കെ ഇവിടെ പാകത്തിന് നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫാണ് അടുത്തതായിട്ട് ചേർക്കാനുള്ളത്. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനു മുമ്പ് ബീഫ് ഫ്രൈയുടെയും ബീഫ് കറിയുടെയും ഒക്കെ റെസിപ്പികൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോകളൊക്കെ ഒന്ന് കാണാവുന്നതാണ്. റെസിപ്പികളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുതേ. ഞാനിപ്പോൾ ഈ മസാലയുമായിട്ട് ചേർത്തിട്ട് ബീഫ് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഈ മസാല എല്ലാം ബീഫ് കഷ്ണങ്ങളിലൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്ന ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 9 വിസിൽ വരുന്നത് വരെയാണ് ഞാനിവിടെ ഇത് വേവിച്ചെടുത്തത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ബീഫിനനുസരിച്ചിട്ട് പാകത്തിന് വേവിച്ചെടുത്താൽ മതിയാകും. ഇതിപ്പോൾ നന്നായിട്ട് പ്രഷറൊക്കെ പോയ ശേഷമാണ് ഞാൻ കുക്കർ തുറന്നത്. ഇതുപോലെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടാണ് ഈ കറി റെഡി ആയിട്ടുള്ളത്. ഇനി ഞാൻ വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് സമയം കൂടി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കൂടാതെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിപ്പോൾ ഒരു 3-4 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഗ്രേവി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 1/2 കപ്പ് കൂടി ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഞാനിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അവസാനം കുക്കർ തുറന്ന ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും മാത്രമാണ് ചേർത്തത്. അങ്ങനെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്